നിങ്ങളുടെ ജീവിതത്തിൽ ഡാമിന് സമീപം തന്നെ ഒരു വലിയ ഹോളുള്ള ഡാം കണ്ടിട്ടുണ്ടോ? ഈ ഹോളിൽ വീണ് ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വലിയ ഈ ഡാം ഒരു ആറ്റം ബോംബ് പോലെയാണ്. ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. ഈ ഡാം തകർന്നാലുണ്ടാകുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. ഇന്നത്തെ വീഡിയോയിൽ ലോകത്തിലെ ഏറ്റവും അപകടകരമായ 10 ഡാമുകളെ പറ്റിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിൽ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലുതും അപകടകാരിയുമായ ഒരു ഡാമും ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിൽ 10ാം സ്ഥാനത്ത് ഹൂവർ ഡാമാണ്. ഈ ഡാം USA-യിലാണ്. ഇത് നേരത്തെ ബോൾഡർ ഡാം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ച ഈ അണക്കെട്ട് USA-യിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടാണ്. ഇത് കൊളറാഡോ നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അമേരിക്കൻ സംസ്ഥാനങ്ങളായ നെവാഡയ്ക്കും അരിസോണയ്ക്കും ഇടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഡാം മുകളിൽ നിന്ന് കാണുമ്പോൾ എത്രത്തോളം നേർത്തതാണെന്ന് തോന്നുന്നുവോ അത്ര നേർത്തതല്ല ഇതിൻ്റെ താഴെഭാഗത്ത്. താഴെഭാഗത്ത് 656 അടി വീതിയുള്ള ഈ ഡാം മുകൾ ഭാഗത്ത് വെറും 45 അടി മാത്രമാണ് വീതിയുള്ളത്. ഏതൊരണക്കെട്ടും താഴെ എത്രത്തോളം വീതിയുള്ളതാണോ അത്രയും അത് ശക്തമായിരിക്കും. ഡാം നിർമ്മിക്കുന്നത് വെള്ളം തടയാൻ മാത്രമല്ല, ആ വെള്ളം ശരിയായ രീതിയിൽ ഉപയോഗിക്കാനാണ്. വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നു, കൃഷിക്കാവശ്യമായ വെള്ളം നൽകാനും ഇതിലൂടെ സാധിക്കുന്നു. അണക്കെട്ടില്ലാതെ വെള്ളം ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ അത് കോടിക്കണക്കിന് ആളുകളുടെ കൃഷി നശിപ്പിക്കും. കാരണം അണക്കെട്ടില്ലെങ്കിൽ പ്രളയം വന്നാൽ മനുഷ്യന് അതിൽ ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല. ഹൂവർ ഡാമിന് 726 അടി അഥവാ 221.4 മീറ്റർ ഉയരമുണ്ട്. ഇത് എത്രത്തോളം അപകടകാരിയാണെന്ന് നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ഈ ഡാം തകർന്നാൽ ആയിരങ്ങളോ ലക്ഷങ്ങളോ അല്ല, കോടിക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടും. ഹൂവർ ഡാം തകരുന്നത് പല സിനിമകളിലും നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാകും. 9ാം സ്ഥാനത്ത് അൽമേന്ദ്ര ഡാമാണ്. സ്പെയിനിലെ ഏറ്റവും ഉയരമുള്ള അണക്കെട്ടുകളിൽ ഒന്നാണിത്. ഇതിനെ വിലാരിനോ ഡാം എന്നും വിളിക്കുന്നു. 1963നും 1970നും ഇടയിൽ ടോർമസ് നദിയുടെ ശക്തമായ ഒഴുക്ക് തടയാനാണ് ഇത് നിർമ്മിച്ചത്. ഈ ഡാമിന് പിന്നിൽ കാണുന്ന വെള്ളം 86.5 ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് പരന്നു കിടക്കുന്നു. ഇതിൽ 2.5 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും ഈ ഡാമിനൊരു ചെറിയ വിള്ളലുണ്ടായാൽ എത്ര വലിയ നാശമുണ്ടാക്കുമെന്ന്. ഇതിന് താഴെ ഭാഗത്ത് 1/2 കിലോമീറ്റർ വീതിയുണ്ട്. ഉയരം 202 മീറ്ററാണ്. ഈ ഡാം 810 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. 8ാം സ്ഥാനത്ത് ചൈനയിലെ ജിൻപിങ് ഡാമാണ്. അണക്കെട്ടുകളുടെ രാജ്യം എന്നാണ് ചൈന അറിയപ്പെടുന്നത്. ചൈനയിൽ ഏകദേശം 87,000 അണക്കെട്ടുകളുണ്ട്. ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളിലെയും ചെറിയ അണക്കെട്ടുകൾ കൂട്ടിയാൽ പോലും ഇത്ര വരില്ല. ഈ ജിൻപിങ് ഡാം യാലോങ് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ചൈനയിലെ മാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അണക്കെട്ടുകളിലൊന്നാണ്. ബില്യൺ കണക്കിന് ഡോളർ ചെലവാക്കി നിർമ്മിച്ച ഈ അണക്കെട്ടിന്റെ ഉയരം 305 മീറ്റർ അഥവാ 1001 അടിയാണ്. നീളം 568.6 മീറ്ററാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിലെ വലിയ നദിയായ യാലോങ് നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഡാമിനെ 6 മില്യൺ ആളുകൾ ആശ്രയിക്കുന്നു. ചൈനയുടെ വലിയൊരു ഭാഗത്ത് വൈദ്യുതി എത്തിക്കുന്നു. എന്നാൽ ഇത് വലുതാണെങ്കിലും അത്ര തന്നെ അപകടകാരിയുമാണ്. ഇതിൻ്റെ ബലത്തെക്കുറിച്ച് എഞ്ചിനീയർമാർ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ജീവനുള്ള ബോംബ് പോലെയാണിതെന്ന് അവർ പറയുന്നു. ഇത് തകർന്നാൽ എത്ര വലിയ നാശമുണ്ടാകുമെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. 7ാം സ്ഥാനത്ത് കരീബ ഡാമാണ്. സിംബാബ്വെ സംബേസി നദിയിൽ നിർമ്മിച്ച ഈ അണക്കെട്ടിന്റെ പണി 1955-ൽ തുടങ്ങി 1959-ൽ പൂർത്തിയായി. കരീബ ഡാമിന് 420 അടി അഥവാ 121 മീറ്റർ ഉയരമുണ്ട്. നീളം 579 മീറ്ററാണ്. ഈ അണക്കെട്ട് എത്രത്തോളം വലുതാണെന്നാൽ സംബേസി നദി 280 കിലോമീറ്റർ ദൂരത്തോളം പരന്നു കിടക്കുന്ന വെള്ളത്തെ ഇത് ഉൾക്കൊള്ളുന്നു. ഇതിന്റെ ഒരു ഭാഗം സിംബാബ്വേയിലും മറുഭാഗം സാംബിയയിലുമാണ്. അതിനാൽ 2 രാജ്യങ്ങൾക്കും ഇതിന്റെ സംരക്ഷണ ചുമതലയുണ്ട്. ഈ അടുത്തു വന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഈ അണക്കെട്ട് കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ ഇത് തകരും. അതുവഴി 3.5 മില്യൺ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. 6ാം സ്ഥാനത്ത് ഇറാഖിലുള്ള മോസൂൾ ഡാമാണ്. അപകടകരമായ അണക്കെട്ടുകളെക്കുറിച്ച് പറയുമ്പോൾ മോസൂൾ ഡാമിന്റെ പേര് ഒരിക്കലും വിട്ടുകളയാൻ കഴിയില്ല. ഇത് കാണുമ്പോൾ നേരത്തെ കണ്ട വലിയ അണക്കെട്ടുകളെപ്പോലെ തോന്നില്ലായിരിക്കാം. എന്നാൽ ഇത് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ അണക്കെട്ടാണ്. ഇതുവരെ നിങ്ങൾ കണ്ട അണക്കെട്ടുകൾ കോൺക്രീറ്റിൽ നിർമ്മിച്ചതാണെങ്കിൽ ഇത് വെറും മണ്ണുകൊണ്ടാണ് നിർമ്മിച്ചത്. ഈ മണ്ണ് ഓരോ ദിവസവും വെള്ളത്തിൽ ഒലിച്ചുപോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് വളരെ അപകടകാരിയാണ്. ഏത് നിമിഷവും ഇത് തകരാം. എന്നാൽ ഈ അണക്കെട്ടിൽ 24 മണിക്കൂറും നിർത്താതെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നുണ്ട്.
1986-ൽ സദാം ഹുസൈൻ്റെ കാലത്താണിത് നിർമ്മിച്ചത്. ഈ ഡാം പെട്ടെന്ന് തകർന്നാൽ ആ വെള്ളം തടയാൻ നിർമ്മിക്കേണ്ട എമർജൻസി ഡാമിൻ്റെ പണി ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതിൻ്റെ അർത്ഥം ഇത് തകരുന്ന ദിവസം ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുമെന്നാണ്. അതോടൊപ്പം ISIS തീവ്രവാദികളുടെ ഭീഷണിയും ഈ ഡാമിനുണ്ട്. 5ാം സ്ഥാനത്ത് നമ്മുടെ ഇടുക്കി ഡാമാണ്. ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള ആർച്ച് ഡാമുകളിലൊന്നാണിത്. പെരിയാർ നദിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ചെറുതോണി, കുളമാവ് അണക്കെട്ടുകൾക്കൊപ്പമാണിത് നിർമ്മിച്ചത്. ഇവ മൂന്നും ചേർന്ന് 60 കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു കൃത്രിമ തടാകം രൂപീകരിക്കുന്നു. ഇതിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളം വൈദ്യുതി ഉൽപ്പാദനത്തിനും കൃഷിക്കുമായി ഉപയോഗിക്കുന്നു. ഇത് 780 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന്റെ ഉയരം 168.19 മീറ്റർ അഥവാ 554 അടിയാണ്. നീളം 365 മീറ്ററിലധികവുമാണ്. ഇന്ത്യയിലെ ഈ അണക്കെട്ട് എത്രത്തോളം വലുതാണോ അത്ര തന്നെ അപകടകാരിയുമാണ്. ഇതിൽ ചെറിയൊരു തകരാറ് സംഭവിച്ചാൽ പോലും അത് വലിയൊരു പ്രളയമുണ്ടാക്കും. അനേകം ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാകും. 4ാം സ്ഥാനത്ത് ചൈനയിലെ ത്രീ ഗോർജസ് ഡാമാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണിത്. ഇതിന് 2.3 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിന്റെ നിർമ്മാണം കാരണം ഭൂമിയുടെ കറക്കത്തിന്റെ വേഗത പോലും കുറഞ്ഞതായി പറയപ്പെടുന്നു. 2006-ൽ ഇത് പൂർത്തിയായതിനു ശേഷം പല വിവാദങ്ങളും ഇതിനെപ്പറ്റി വരുന്നുണ്ട്. പരിസ്ഥിതിയെ ഇത് മോശമായി ബാധിച്ചെന്നും ഈ ഭാഗത്ത് ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും കൂടാൻ കാരണമായെന്നും പറയപ്പെടുന്നു. 2008-ൽ ചൈനയിലുണ്ടായ ഭൂകമ്പത്തിൽ ഏകദേശം 87,000 ആളുകൾ മരിച്ചത് ഈ അണക്കെട്ടാണെന്ന് പറയപ്പെടുന്നു. എന്നാൽ ചൈന ഗവൺമെന്റ് ഇത് നിഷേധിച്ചു. ഈ അണക്കെട്ട് ചൈനയുടെ വലിയ ഒരു ഭാഗത്ത് വൈദ്യുതി എത്തിക്കുന്നതിന് കൽക്കരിയുടെ ഉപയോഗം വലിയ രീതിയിൽ കുറച്ചിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് US-ലെ മോണ്ടിസെല്ലോ ഡാമാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ അണക്കെട്ടുകളിൽ ഒന്നാണിത്. ഇതിലെ ഗ്ലോറി ഹോൾ കാണാനാണ് ആയിരക്കണക്കിന് ആളുകൾ വരുന്നത്. കാണാൻ ഭംഗിയുണ്ടെങ്കിലും ഈ ഹോൾ ഒരു നരകവാതിൽ പോലെയാണ്. ഇതിൽ വീണ് ഇതുവരെ പലർക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്നതുപോലെ ഇതിൽ വീണ ആരും തന്നെ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഈ ഹോളിന് താഴെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ടർബൈനുകളുണ്ട്. 1953-ൽ പണി തുടങ്ങി 1957-ൽ പൂർത്തിയായി. ഉയരം 304 അടിയും നീളം 1023 അടിയുമാണ്. അണക്കെട്ടിലെ വെള്ളം കൂടുമ്പോൾ ഒരു സെക്കൻഡിൽ ഏകദേശം 48,400 ക്യൂബിക് അടി വെള്ളം ഇതിലൂടെ പുറന്തള്ളാൻ കഴിയും. 2ാം സ്ഥാനത്ത് ഓസ്ട്രേലിയയിലെ ഗോർഡൻ ഡാമാണ്. ഓസ്ട്രേലിയയിലെ ഗോർഡൻ നദിയിലാണിത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 12,35,000 ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുണ്ട്. 1974-ൽ പണി തുടങ്ങി 1978-ൽ പൂർത്തിയായി. ഉയരം 140 അടി അഥവാ 459 അടിയാണ്. ഇതിന് 198 മീറ്റർ നീളമുണ്ട്. മുകളിൽ നിന്ന് നോക്കിയാൽ വെള്ളം തടയാൻ വെച്ചിരിക്കുന്ന ഒരു ചെറിയ തകിടുപല ഇത് തോന്നും. ഇതിൽ എവിടെയെങ്കിലും ഒരു വിള്ളൽ വന്നാൽ അത് വലിയ നാശമുണ്ടാക്കും. 1ാം സ്ഥാനത്ത് കോൺട്ര ഡാമാണ്. ഇത് സ്വിറ്റ്സർലൻഡിലാണ്. ഇതിനെ വെർസാസ്ക ഡാം എന്നും വിളിക്കുന്നു. സ്വിറ്റ്സർലൻഡിലെ പ്രശസ്തമായ അണക്കെട്ടാണിത്. ഉയരം 230 മീറ്ററും നീളം 380 മീറ്ററുമാണ്. ഇതിന്റെ നടുവിൽ സ്റ്റണ്ട് ചെയ്യാനായി ഒരു ഭാഗമുണ്ട്. പലരും ഇവിടെ വന്ന് സ്റ്റണ്ടുകൾ ചെയ്യാറുണ്ട്. 1965-ൽ ഇത് പൂർത്തിയായി. ഇതിന്റെ നിർമ്മാണ സമയത്ത് വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. ഇതിൽ സംഭരിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ അളവ് നോക്കിയാൽ ഇതിന്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന ചെറിയൊരു പിഴവ് പോലും അണക്കെട്ട് തകരാൻ കാരണമാകും. അങ്ങനെ ഉണ്ടാകുന്ന നാശനഷ്ടം നിങ്ങളുടെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏറ്റവും അപകടകാരിയായി തോന്നിയ അണക്കെട്ട് ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. ഇതിലേതെങ്കിലും അണക്കെട്ട് നേരിട്ട് കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു രസകരമായ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ.